എന്തപ്പം ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ മീൻ വണ്ടിയുടെ സൗണ്ട്. ഓടിപ്പോയി മത്തി മേടിച്ചിട്ട് വന്നു. ഇതേ കത്തിയും കത്രിങ്ങയും റെഡിയാണ് നന്നാക്കാനുള്ളത്. അങ്ങനെ 2 പാട്ടാക്കി നന്നാക്കി വെച്ചിട്ടാ. ഇത് കറി വയ്ക്കാനുള്ളത്, ഇത് വറുക്കാനുള്ളത്. ആദ്യം നമുക്ക് വറുക്കാനുള്ള ഈ മീനുകളുണ്ടല്ലോ, ഇത് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിക്ക് വേണ്ട പൊടികളൊക്കെ എടുത്തിരിക്കുകയാണ്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടി ആ മീനിക്ക് അങ്ങ് കൊട്ടിക്കൊടുത്തു. എന്നിട്ട് കുറച്ച് കറിവേപ്പില പറിച്ചത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് അതിക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം കൂടി കൂട്ടി ഒന്ന് തിരുമ്മി വെച്ചേ. പിന്നീട് അതിക്ക് വേണ്ട ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചുവന്നുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇതാ നമ്മുടെ ഈ ഇടികല്ലിൽ വെച്ചിട്ടൊന്ന് ഇടിച്ച് ചതച്ചെടുത്തിട്ട് അത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചുവന്നുള്ളി ഇട്ടാൽ എന്തായാലും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലോ. പിന്നെ അവസാനം നമ്മൾ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കറിക്കും വേണ്ടിയിട്ട്, അത് കുറച്ച് പിഴിഞ്ഞ് അതിക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പുളി ഒഴിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റും കൂടും, പിന്നെ മീൻ വറുക്കുമ്പോൾ നമുക്ക് പൊട്ടാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ മീനും എല്ലാം പുരട്ടി വെച്ചിട്ട് അതങ്ങ് മാറ്റി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളിതേ കറി വെക്കാനുള്ള തയ്യാറെടുപ്പാട്ടാ. അപ്പോൾ അതിക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തു. പിന്നെ തക്കാളി, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി വഴറ്റി. അത് കഴിഞ്ഞ് നമ്മൾ പൊടികൾ ഒക്കെ ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, വേഗം വഴറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ പൊടികൾ ചേർത്തി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിയിരിക്കുന്നത്. പിന്നെ കുറച്ച് മീനിൻ്റെ മസാല ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ, അതായത് കറി മസാല. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. മീൻ മസാല ചേർത്തിയാൽ ടേസ്റ്റ് വ്യത്യാസം നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ ആ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ. ആ പുളിവെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് പുളി വീണ് പോയേ, അത് ഞാൻ കൈ കൊണ്ട് കണ്ട് പെറുക്കിയെടുത്തു. അത് അടുപ്പിൽ വെച്ച ശേഷം ഞാനിതാ വറുക്കാനുള്ള പാന് ചൂടാകാൻ വേണ്ടിയിട്ട് ഇങ്ങേപ്പുറത്തെ ബർണർ ഓണാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അത് ചൂടാകുമ്പോഴേക്ക് നമ്മുടെ ഇപ്പുറത്തെ അടുപ്പിൽ ഇതേ പുളിവെള്ളം, ആ വെള്ളം ഉണ്ടല്ലോ, ആ ഗ്രേവിയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുത്തു. മീനിട്ട് കൊടുത്ത ശേഷം പിന്നെ ഞാൻ വറുക്കാനുള്ള മീൻ ഇപ്പുറത്ത്, അപ്പോൾ ഇതിന് പാന് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മീൻ ഇതിലിട്ട് കൊടുക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് മീൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങേപ്പുറത്തെ അടുപ്പിലാണെങ്കിൽ വറുത്ത മീനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുത്തു. പച്ചൂസിനാണെങ്കിൽ രാത്രിയാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്ലേറ്റിലാണ് കഴിക്കാമെന്ന് ഞാൻ പറയാറില്ലേ. എപ്പോഴും അധിക സമയം ഞാൻ വാരി കൊടുക്കാട്ടോ ചെയ്യുക. അപ്പോൾ അവന് വറുത്ത മീനും ചോറും മാത്രം മതിയെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ വറുത്ത മീനും പിന്നെ കറിയും ചോറൊക്കെ കൂടി കൂട്ടി കഴിച്ച് കഴിക്കുകയാണ്. പറയാതിരിക്കും വയ്യ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ടാറ്റാ.